ഹലോ, അസ്സലാമു അലൈക്കും. എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ പുതിയ വർഷം വരാനായി, നമ്മളെ നോമ്പ് വരാനായി. മാർച്ചിൽ നോമ്പാണ്. അപ്പം എല്ലാവരും അതിനെല്ലാം ഒരുങ്ങിയ കുറച്ചിങ്ങനെ എല്ലാവർക്കും ആയുസ് ആഫിയത്തും തരട്ടെ. നോമ്പെല്ലാം എടുത്ത് നല്ലപോലെ കഴിഞ്ഞു പോകാനുള്ള അസുഖങ്ങളൊന്നും തരാതിരിക്കട്ടെ. പിന്നെ എന്തെൻ്റെ വിശേഷം? അപ്പോൾ പിന്നെ എന്താ പറഞ്ഞാലും കുറേ ആൾ ചോദിച്ചിട്ട് താത്ത എങ്ങനെ യൂട്യൂബ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കൊറോണ സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ കൊറോണ സമയത്ത് ഇവിടെ ആകുമ്പോൾ നമുക്ക് പണിയും കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നല്ലേ നമ്മള് നോർക്കേക്കാര് കിറ്റെല്ലാം കൊണ്ട് തന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇവിടെ എല്ലാം അടച്ചു പൂട്ടി എല്ലാം ചെയ്തല്ലോ. അപ്പൊ അത് പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒട്ടും സമയമില്ലാതായി. അത് പിന്നെ അത് അങ്ങനെ പോയി. ഇവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് ഇടും. നാട്ടിൽ പോയപ്പോൾ ഞാൻ നാട്ടിൽ കുറെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വിസിറ്റ് ചെയ്യുന്നു കേട്ടോ ഇവിടെ കൊറോണ സമയത്ത്. പിന്നെ പുതുക്കി നിന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ആ സമയത്ത് പിന്നെ നാട്ടിൽ പോയപ്പോൾ ഒട്ടും സമയമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ നാട്ടിൽ 5.5 മാസം നിന്നതിന് കുറഞ്ഞത് 1, 2, 3 വീഡിയോ അല്ലാതെ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് സമയമില്ല നാട്ടില്. ഫുള്ള് ഈ 5.5 മാസം ഞാനിപ്പോ ഫുള്ള് ഫെബ്രുവരി നാട്ടിൽ പോയി. അന്ന് തൊട്ട് ആശുപത്രി കേസാട്ടാ. വരെയോടെ ആശുപത്രി കേസ് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പൊ വരുന്ന 2 ദിവസം മുന്നേ വരെ എൻ്റെ ഉമ്മാനായിട്ട് കൽപ്പറ്റ പോയി. പിന്നെ സ്കാനിങ്ങും MR എല്ലാം എടുത്ത് അങ്ങനത്തെ. അപ്പൊ നമുക്ക് റെസ്റ്റും ഉണ്ടായിട്ടില്ല. പോകാനുള്ള വീഡിയോ എടുക്കാനുള്ള സമയമില്ല. പിന്നെ അവിടെ ഇവിടെ എല്ലാം ആശുപത്രിയിലെല്ലാം പോകുമ്പോൾ നമ്മളായ ടെൻഷനിൽ പോകുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് തുടങ്ങണമെന്ന്. അപ്പോൾ അവര് കാണിച്ചു തന്ന്. അപ്പോൾ ആദ്യം എനിക്ക് യൂട്യൂബ് ഉണ്ടാക്കി തന്ന്. എന്നിട്ട് എന്നോട് പഴയൊരു വീഡിയോ എടുത്തിട്ട് ഒരു വട്ടം 2 വട്ടം പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ സെൻഡ് ആക്കണമെന്ന് പറഞ്ഞ്. പിന്നെ എത്ര നോക്കിയിട്ട് നമുക്ക് മനസ്സിലായിരുന്നില്ല ഇതെങ്ങനെ ഇടുകയെന്ന്. പിന്നെ നമ്മള് അവരെ വിളിച്ച് അവര് കാണിച്ചു തന്ന്. അപ്പൊ ഇങ്ങനെ താത്താക്ക് ഇനിയിപ്പോ പിന്നെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തന്ന്. ഇരുന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. 1 വട്ടം 2 വട്ടം അവർ കാണിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ കട്ടാകുന്ന ഭാഗവും. പിന്നെ ഞാൻ പറഞ്ഞിന് എനിക്ക് എഴുതാന് അറിയില്ല. അപ്പൊ ഒരു 2 വട്ടം 3 വട്ടം എഡിറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എഡിറ്റ് എന്റെ മൊബൈലെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. വലിയ മൊബൈല്, അയ്യോ ഐഫോൺ അങ്ങനത്തെ എന്താണെന്ന് അറിയില്ല. എന്റേത് നല്ല നാട്ടിലൊരു 6000 ഉറുപ്പ്യന്റെ ഫോണെല്ലാണ്. എനിക്ക് 2 ഫോണുണ്ട്. 2 ഫോണും, ഒരു ഫോൺ 5000 ഇല്ല, 200 ഉറുപ്പ്യക്ക് ഓഫർ ഇട്ടിപ്പോ വാങ്ങിയതാണ്. ഈ ഫോൺ എന്ന് പറഞ്ഞാല് 300 ചില ഉറുപ്പ്യന്റെ ഫോണാണ്. നാട്ടിൽ 6000 അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിലെല്ലാം പെട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ നോക്കൽ തുടങ്ങി. ഏത് മൊബൈൽ ഇങ്ങനെ നമ്മളെ യൂട്യൂബ് എങ്ങനെ തുടങ്ങി, എഡിറ്റ് എങ്ങനെ തുടങ്ങാന്നെല്ലാം നോക്കൽ തുടങ്ങി. അപ്പൊ അതെനിക്ക് പിന്നെയും മനസ്സിലാവുന്നില്ല. അവര് കുറെ ഇംഗ്ലീഷും മലയാളം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് ആവുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, പിന്നെ ഏത് മോളെ വിളിക്കൽ തുടങ്ങി. ഒരു മൊബൈലിൽ മോള് വീഡിയോ ഇട്ടു. അങ്ങനെ മോള് കറക്റ്റ് പറഞ്ഞുതരും. ഇത് തുടങ്ങിയ ദിവസമാണ്, 1 മാസമെല്ലാം ഇടങ്ങറായിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ എഡിറ്റ് പഠിച്ചു, വീഡിയോ എടുക്കൽ പഠിച്ചു. വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ സഹായിക്കാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് പഠിച്ചു. പിന്നെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒട്ടും എഴുതാൻ അറിയില്ലാന്ന്. അപ്പൊ ഞാൻ എന്താക്കും, പിന്നെ ഇപ്പൊ ഇതുണ്ടല്ലോ, നമ്മൾ പറഞ്ഞാല് അവിടെ എഴുതും, മലയാളത്തില് എഴുതുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും ഇപ്പൊ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാല് വേറെ ഉള്ളവരെ ചാനലില് എങ്ങനെയാണ് ചിക്കൻ കറി എന്ന് പറഞ്ഞാല് നമുക്ക് എഴുതാൻ അറിയാലോ. അപ്പൊ അധികം ഞാൻ മലയാളത്തിൽ തന്നെ ഇടല്. ചിക്കൻ എന്ത് ഇതാണെങ്കിലും ഞാൻ ഇംഗ്ലീഷില് ടൈപ്പ് ചെയ്യലില്ല. അപ്പൊ ഞാൻ എന്താക്കി, ഇംഗ്ലീഷും മലയാളം മൊബൈലില് ആക്കി ഡൗൺലോഡ് ആക്കി വെച്ചു. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഞാൻ അതെല്ലാം ചെയ്യുന്നത്. ഞാൻ എന്തും വായിക്കും. ഇപ്പൊ നിങ്ങൾ മംഗ്ലീഷ് ചോദിച്ചാൽ എല്ലാം ഞാൻ വായിക്കും. അതെല്ലാം ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ എഴുതാൻ അറിയില്ല എന്നുള്ളൂ. മലയാളം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോകാൻ അറിയില്ല. പിന്നെ എഴുതി പോകാൻ എനിക്ക് പെട്ടെന്ന് അറിയില്ല. പെട്ടെന്ന് എന്നല്ല, 10 മുക്കാലും എഴുതാൻ അറിയില്ല. നിങ്ങളിപ്പോ എന്ത്
ഇപ്പൊ മംഗ്ലീഷാണാണോ എഴുതുന്നത്, ഞാൻ ഇതെല്ലാം വായിക്കുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം. പക്ഷെ ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. എനിക്ക് മലയാളമാണെങ്കിലും മംഗ്ലീഷാണെങ്കിലും അക്ഷരങ്ങളാണെങ്കിലും എല്ലാം ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. ഇപ്പൊ നമുക്കിപ്പോ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. ഇപ്പൊ നമുക്കൊരു യാസീന് അറിയില്ല എന്ന് പറഞ്ഞാല് മലയാളത്തില് യാസീനായിട്ട് അവിടെ വീഡിയോ എടുക്കുക, എന്നിട്ട് അത് ചെറുങ്ങനെ ഓണാക്കി വെക്കുക. എന്നിട്ട് യാസീൻ തുടങ്ങുമ്പോ യാസീൻ തുടങ്ങുമ്പോ ഒരാഴ്ച 2 ആഴ്ച അത് കേൾക്കുക. ചെറുങ്ങനെ ഒരുപാട് സൗണ്ടിൽ വെക്കരുത്, ഇത് അറിയാത്തവർക്കാണ് അത്. അപ്പൊ അങ്ങനെ ഓതുമ്പോ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഒരു 3 നമുക്ക് സമയം കിട്ടുമ്പോ എല്ലാം അത് മൊബൈലിൽ വെക്കുക. 2 വട്ടം 3 വട്ടം എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ തലയിലേക്ക് കയറി വരും. എന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ കേട്ടിട്ട് പിന്നെ നമ്മള് പിന്നെ യൂട്യൂബില് ഓതുമ്പോ അവര് ഇതിന്റെ കൂടെ വീഡിയോന്റെ കൂടെ നമ്മൾ ഓതുക. അപ്പൊ നമുക്ക് യാസീനാവട്ടെ ആയത്തുകുറിസി ആവട്ടെ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് അതെല്ലാം ഇപ്പൊ യൂട്യൂബിൽ നിന്ന് പഠിക്കാന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഞാനെല്ലാം അധികം ഇപ്പൊ ഇതാണെങ്കിലും മലയാളമാണെങ്കിലും മംഗ്ലീഷ് ആണെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷിന്റെ എല്ലാ അക്ഷരങ്ങളാണെങ്കിലും എല്ലാം ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് കേട്ടോ. അപ്പൊ ഒരാള് പിന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താലും ഞാനത് മോക്ക് വിട്ടെടുക്കും. ഇപ്പൊ വാട്സപ്പിലാണ് നമ്മളെ ഫ്രണ്ട് ഇംഗ്ലീഷിൽ എഴുതിയാലും മോളെ ഇത് എന്താണെന്ന് ചോദിക്കും. അപ്പൊ മോളെ പറയുമ്പോ ഇത് ഇങ്ങനെയാണ് എഴുതിനെന്ന് പറയൂ. അപ്പൊ ഞാൻ എന്താക്കും, അത് ഏതൊക്കെ അക്ഷരങ്ങളാണ് പിന്നെ വന്നപ്പോ ഇത് ഇങ്ങനത്തെ വേർഡായെന്ന് ഞാനത് മനസ്സിലാക്കും. അങ്ങനെയാണ് ഞാൻ കുറെ എല്ലാം പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തിപ്പോ അറബി പിന്നെ നമ്മള് മദ്രസ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും സ്കൂൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പൊ എല്ലാം നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് നമുക്ക് യൂട്യൂബിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് മക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാല് ആരും ഇപ്പൊ ഇന്നെപ്പോലെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും വെറുതെ വീട്ടിലിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഹസ്ബൻഡിനോ ഉമ്മാർക്കോ പിന്നെ വീട്ടുകാർക്കോ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് കഴിയുന്ന വീഡിയോയുടെ മുന്നിലെത്തിക്ക്. ആദ്യം ഒന്നും ഉണ്ടാവില്ല, എനിക്ക് 1 2 കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ ആയി. ഇന്ന് വരെ എനിക്ക് കാശ് കിട്ടും. പെട്ടെന്ന് കാശ് കിട്ടണില്ല, പെട്ടെന്ന് നമ്മളെ ചാനലിൽ ലിങ്കായി പോകണമെന്ന് പറഞ്ഞാലൊന്നും ആവൂല. നമ്മളെന്നാലും ഒരു 10 ആള് കയറുമ്പോ ഒരാളെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും. ആ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ കുറച്ച് എത്ര വർഷമാണ്, ചിലപ്പോ 3 4 5 വർഷമെല്ലാം ആയിരിക്കും. എനിക്കിപ്പോഴും ഇത്രയും വർഷമായിട്ട് എനിക്കൊന്നും കിട്ടൽ തുടങ്ങിയിട്ടില്ല. എന്നാലും ഞാൻ ഒരു വീഡിയോ എന്നും ഡെയിലി ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ നമ്മളെ പിന്നെ നമ്മളെ സഹോദരിമാരോടെ പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വലിയ മൊബൈൽ, നമുക്ക് ഇതിന്റെ പൊട്ട മൊബൈലാണ്, എന്നാലും ഇവള് ആകുന്നത് നല്ല വൃത്തിയിലെടുത്തിട്ട് എന്താക്കുക പിന്നെ ഓരോ വീഡിയോ ഇടുക. ഓരോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടിലെല്ലാം സുഖമാണ്. നമ്മളെ പറമ്പില് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഇടാൻ, നമ്മളെ വീട്ടില് എന്തൊക്കെ പണിയുണ്ട് അത് ഇടാ. പിന്നെ കുട്ടികളായിട്ട് പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇടാ. അപ്പൊ ആർക്കും ബുദ്ധിമുട്ട്. ഇപ്പൊ വീട്ടുകാരെ വെറുപ്പിച്ചിട്ടോ പിന്നെ നിങ്ങളെ മാപ്പിളാരെ വെറുപ്പിച്ചിട്ടോ അല്ലെ ഉമ്മാനിപ്പാനും വെറുപ്പിച്ചിട്ടല്ല, എല്ലാവർക്കും സമ്മതം ഉണ്ടെങ്കിൽ ഇടുക. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ നാട്ടിലെല്ലാം സുഖമാണ്. ഒരു അയൽവാസിന്റെ അവിടെ പോയിട്ട് അറിയുന്ന ആൾക്കാരെ കുട്ടികളെ വിളിച്ചിട്ട് പറയും, താത്താക്ക് ഈ വീഡിയോ ഒന്ന് യൂട്യൂബിൽ സെൻഡ് ആക്കിയല്ലോ, യൂട്യൂബ് എടുത്താട്ട് പറഞ്ഞാൽ അവര് ചെയ്തു തരും. അവരെന്നെ എഡിറ്റ് ആക്കി തരും. ഈ എഡിറ്റ് ആക്കുമ്പോൾ നമ്മൾ കണ്ട് നിൽക്കണം ഇതെങ്ങനെയാണ് ഒരു ചെയ്യുന്നതെന്ന്. അത് ചെയ്യുമ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. 4ാമത്തെ പ്രാവശ്യം നമുക്ക് എന്താവും, മനസ്സിലാവും. അപ്പൊ താത്ത മറ്റുള്ളവർ എനിക്ക് കാണിച്ചു തന്നിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്, എഡിറ്റ് പഠിച്ചത്, പിന്നെ വീഡിയോ ഇടല് തുടങ്ങിയത്. അപ്പൊ എല്ലാം താത്ത അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാരും എന്താ ചെയ്യാ, മടിച്ചിരിക്കണ്ട. നാട്ടിലെല്ലാം നല്ല സുഖമാണ്. ഇവിടെയാണ് നമുക്ക് എവിടെ പോകുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ടാക്സി പൈസ കൊടുക്കണം. ഇപ്പൊ ഒന്ന് പാർക്കിൽ പോയി ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് ടാക്സി പൈസ കൊടുക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എല്ലാം എടുത്തുക. അപ്പൊ നാട്ടിൽ അതല്ല, നാട്ടില് നമുക്ക് നടന്ന് എത്ര വേണമെങ്കിലും പോയി ഇതാക്കാം. നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ എവിടെ നടന്നു പോവുക. അപ്പൊ എല്ലാവരും എന്താക്കുക, മടിക്കാതെ യൂട്യൂബെല്ലാം തുടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ നമ്മള് എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ എന്താക്കാം, എല്ലാരും ഒരു ചെറിയ വീഡിയോ എല്ലാം യൂട്യൂബെല്ലാം തുടങ്ങിക്കോളി അല്ലേ. പെട്ടെന്ന് നമുക്ക് കാശ് കിട്ടണമെന്ന് പറഞ്ഞാലും അല്ല, പെട്ടെന്ന് നമ്മളെ യൂട്യൂബിൽ ലിങ്ക് ആവണമെന്ന് പറഞ്ഞാൽ
ആവൂല. 10 ആൾ കാണുമ്പോൾ ഒരാളെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കൂല. ആ ആള് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും അല്ല. ആ ഒരാൾ ഒരു ദിവസം ഒരു സബ്സ്ക്രൈബർ കൂടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുക. അപ്പോൾ ഇതാണ് താത്ത എങ്ങനെയാണ് നിങ്ങളെ സ്വന്തം ഷായി ഇങ്ങനെയാണ് വീഡിയോ എല്ലാം ചെയ്യുന്നതും വീഡിയോ എല്ലാം ഇതാക്കുന്നു. ഇപ്പൊ ഒന്നും പിന്നെ നിങ്ങൾക്ക് നല്ല ഇതാണ്. യൂട്യൂബർ തന്നെ കാണിച്ചിരുന്നുണ്ട്. എത്രയോ നല്ല നല്ല യൂട്യൂബർ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇടും, ഇങ്ങനെ തമ്മേനയിലിട്ട് ഇങ്ങനെ കിക്കാവും. പിന്നെ ഇങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങാതെ തൊട്ട് തന്നെ കറക്റ്റ് കാണിച്ചിരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ മോളോട് ചോദിക്കും, മോളെ ഇതെങ്ങനെ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് എന്തെങ്കിലും എല്ലാം ഇതാക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചെറിയ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ അഡ്വാൻസായി ഹാപ്പി ന്യൂ ഇയർ. നല്ല വർഷം നമുക്ക് എല്ലാവർക്കും നല്ല വർഷം വരുത്തട്ടല്ല. ഇനിയിപ്പോ ഇന്ന് 30 നാളെ 31 അപ്പോൾ പുതിയ വർഷത്തിന് ഇനി ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം താത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. തിരിച്ചു എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലുമല്ലോ യൂട്യൂബിൽ പറഞ്ഞിട്ടും ഉണ്ടെങ്കിലല്ലോ, ഇനിയിപ്പോ യൂട്യൂബ് നമ്മൾ അറിയുന്ന ആരോടെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരിക. എല്ലാവർക്കും നല്ലൊരു വർഷം വരട്ടെ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.